പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വർഷം എൻ്റെ കുരുമുളക് ചെടികൾ പൂത്തു തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ്. സുഹൃത്തുക്കളെ, ഇത് പെപ്പർ തെക്കൻ വൺ നന്നായിട്ട് പൂത്തിരിക്കുകയാണ്. ഓവറായിട്ടുള്ള മഴയില്ലെങ്കിൽ നമുക്കിത് മാക്സിമം പിടിച്ച് കിട്ടും. പിന്നെ ഇത് നല്ല വെളിച്ചം വേണം. എനിക്ക് ഏറ്റവും നല്ല ആദായം തരുന്ന കൊടിയാണ് പെപ്പർ തെക്കൻ വൺ. എൻ്റെ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന കൊടിയും പെപ്പർ തെക്കൻ വണ്ണാണ്. ഞാൻ കൂടുതൽ പ്ലാന്റ് ചെയ്യുന്നതും പെപ്പർ തെക്കൻ വണ്ണാണ്. ഈ കാണുന്നതാണ് പെപ്പർ തെക്കൻ 2 എന്ന് പറയുന്ന കൊടി. ഇത് നല്ല രോഗപ്രതിരോധ ശക്തിയുണ്ട്. ഒരു ഞെട്ടിൽ തന്നെ 2 തിരി വെച്ച് കായ്ക്കുന്നുണ്ട്. നല്ല കായ്ക്കുന്നൊരു കൊടിയാണ് പെപ്പർ തെക്കൻ 2. അതിന് നല്ല വളർച്ചയുണ്ട്. നല്ല താങ്ങുമരം, നല്ല സ്ട്രോങ് മരമായിരിക്കണം ഇത് പ്ലാന്റ് ചെയ്യാൻ. നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത് പെപ്പർ തെക്കൻ 2. തിരിയൊക്കെ നല്ല നീളമുള്ളൊരു കൊടിയാണ്. പന്നീർ വണ്ണിനേക്കാളും മണി വലിപ്പമുള്ളൊരു കൊടിയാണിത്. നല്ല ഉണക്ക ശതമാനം കിട്ടുന്നൊരു ചെടി കൂടിയാണിത്. ഈ കാണുന്ന കുരുമുളക് ചെടി നിറയെ കായ്ക്കുന്ന കുരുമുളക് ചെടിയാണ്. അപ്പോൾ ഇത് നിറയെ കായ്ക്കുന്നു. പക്ഷേ ഇതിൽ മണിപിടുത്തം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമല്ല. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കൃഷിക്ക് അനുയോജ്യമല്ല. എങ്കിലും ഞാനത് നന്നായിട്ട് കായ്ച്ചതുകൊണ്ട് ഒരു കൊടിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. നിറയെ കായ്ക്കുന്ന നല്ല വളർച്ചയുള്ളൊരു കൊടിയാണ്. പക്ഷേ മണിപിടുത്തം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ആ ഒരു കൊടിയെ കാണിച്ചു എന്നേ ഉള്ളൂ. നല്ല വിളവ് കിട്ടുന്ന കൊടികൾ മാത്രമേ കർഷകർ സെലക്ട് ചെയ്ത് കൃഷി ചെയ്യാൻ പാടുള്ളൂ. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ഇത് വിജയ് എന്ന് പറയുന്ന കുരുമുളകാണ്. വിജയ്, ഇതിൽ നല്ല താങ്ങുമരം വേണം. പ്ലാവ്, പയ്യാനി ഇതുപോലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾ വേണം ഇതിന്. ഇത് അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പന്നീർ വണ്ണിനെ വിജയും താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടും കാഴ്ചയിൽ ഒന്നുപോലെ തന്നെയാണ്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഇത് ഹൈ റേഞ്ച് ബ്ലാക്ക് 4 എന്ന് പറയുന്ന കൊടിയാണ്. ഭയങ്കരമായിട്ട് നല്ല ഇറുകെ കായ്ക്കുന്നൊരു കൊടിയാണ്. ഭയങ്കര വളർച്ചയുള്ള കൊടിയാണ്. ഇതും ശിമക്കൊന്നയിലൊന്നും സ്യൂട്ടബിൾ അല്ല. എങ്കിൽ ഞാനിതിട്ടിരിക്കുന്ന ശിമക്കൊന്നയിൽ തന്നെയാണ്. അത് നല്ല നല്ല വെളിച്ചത്തിൽ കായ്ക്കും. ഇത് ഷെയ്ഡിലും പിന്നെ വളരെ കായ്ക്കുകയും ചെയ്യുന്ന കൊടിയാണ്. അതിൻ്റെ ഒരു ഞെട്ടിലെ ഒരു തിരിയാണിത്. അപ്പോൾ അത് ഡബിളായിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയ്ക്കും അത് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു കൊടിയാണ്. പന്നീർ മണ്ണിൻ്റെ അത്രയും വലിപ്പമില്ല എങ്കിലും നല്ലൊരു നിറയെ കായ്ക്കുന്നൊരു കൊടിയാണ്. ഹൈ റേഞ്ച് ബ്ലാക്ക് 4. ഇത് ഒരു ഞെട്ടിൽ 2 വെച്ച് കായ്ക്കും. അതുമാത്രമല്ല, ഇത് തിങ്ങി നിറയെ ബ്രാഞ്ചസ് കൂടുതലാണ്. നിറയെ കായ്ക്കും. ഉൾത്തിരിയെല്ലാം നിറയെ വന്ന് കായ്ക്കുന്നൊരു കൊടിയാണ്. പിന്നെ ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് എന്ത് വെറൈറ്റിയാണ് ഇതിനെപ്പറ്റി അറിയത്തില്ല. കണ്ടോ, ഇതൊരു ഞെട്ടിൽ 3 തിരി വരെ കായ്ച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതെന്ത് വെറൈറ്റി ആണെന്ന് അറിയത്തില്ല. നിറയെ കായ്ക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെയുള്ളൊരു
കൊടിയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ ഈ ഒരു ടൈപ്പ് ഇലയാണ്.